ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മൾ ചെറിയ യാത്ര തുടങ്ങാൻ പോവാണ്. ആദ്യമാണ് നമ്മുടെ KSRTC കുഞ്ഞ വണ്ടിയിൽ ഒരു യാത്ര ചെയ്യാൻ പറ്റി. അങ്ങാടി പുറത്തുനിന്ന് പാലക്കാട്ട് കയറാൻ വേണ്ടി കാത്തുനിന്ന് കറക്റ്റായിട്ട് ഇവനാണ് വന്നിരുന്നത്. ഈ വണ്ടിയുടെ കളർ ഡിസൈനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സൈഡിൽ ജസ്റ്റ് KSRTC എന്ന 2 കളറിൽ എഴുതി വെച്ചിട്ട് മാത്രമേ ബ്ലൂ ആൻഡ് ഗ്രീനിൽ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ബ്ലൂ ആൻഡ് ഗ്രീനിൽ KSRTC എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യില്ല. അടിപൊളിയുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാലക്കാട് നിന്ന് ഒരു ട്രെയിൻ യാത്ര, പതിവ് പോലെ ഒരു ട്രെയിൻ യാത്രയാണ് ഇന്നും തുടങ്ങുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പാലക്കാട്ട് കയറുമ്പോൾ തുടക്കം എപ്പോഴും ബസ്സിനായിരിക്കും. അപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. പാലക്കാട് ജംഗ്ഷനിലാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പാലക്കാട് നമ്മുടെ യാത്ര ഇന്ന് ചെന്നൈ സെൻട്രലിലേക്കാണ്. അപ്പോൾ പാലക്കാട് നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് ഇത്ര നേരത്തെ ഏതാ വണ്ടി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് ഇരുട്ടുന്നതിന് മുമ്പ് ഒരു ട്രെയിൻ എന്ന് പറയുന്നത് പാലക്കാട് ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് മാത്രമാണ്. അപ്പോൾ 22652 പാലക്കാട് ജംഗ്ഷൻ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് വയ പൊള്ളാച്ചി, പഴനി, ദിണ്ടുഗൽ, കരൂർ, സേലം ആണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ. നമ്മുടെ ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുന്നുണ്ടോ. നമുക്കതിൻ്റെ വേഗം ഉള്ളിലേക്ക് കിടക്കാം. ഇപ്പോൾ സ്റ്റേഷനിൽ ഓണം കഴിഞ്ഞിട്ടുള്ള തിരക്കാന്ന് തോന്നുന്നു. അവിടെ കണ്ടോ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ അന്യായ തിരക്കാണ്. ഓണം കഴിഞ്ഞിപ്പോൾ ഒരാഴ്ചയായി. പക്ഷേ പല ആൾക്കാർ ഇപ്പോൾ തിരിച്ച് ജോലിയിലോട്ട് പോകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1 AC കോച്ചുകളൊക്കെ ഏറ്റവും പുറകിലാണ്. നമ്മൾ AC കോച്ചാണ്, പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കയറാം. ഇതാണ് നമ്മുടെ ട്രെയിൻ 22697 അരക്കോണത്തിൻ്റെ വാപ്പ് 4 ആണ് ലോക്കോ. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് 4:10 പുറപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ പുറപ്പെടാൻ ഇനി 1 മണിക്കൂറിനടുത്ത് ബാക്കിയുണ്ട്. ആക്ച്വലി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, കാര്യം ബസ് കിട്ടി വരണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എനിക്കൊരു പ്രൈവറ്റ് ബസ്സൊന്നും ഞാൻ കയറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചധികം ഗ്യാപ്പ് വേണ്ടിയാണ് എനിക്ക് കിട്ടിയ AC ബസ് കിട്ടിയത്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബോർഡ്. ഇത് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റേക്കാണിത്. പാലക്കാട് ജംഗ്ഷൻ MGR ചെന്നൈ സെൻട്രൽ വയ പഴനി. അപ്പോൾ ഇന്ന് ഓണവും കഴിഞ്ഞ് സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞുള്ള വീക്കെൻഡാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്നു വണ്ടിക്ക്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറാൻ ആൾക്കാരോട് കാത്തു നിൽക്കുന്നുണ്ട്. ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ ലോക്ക്ഡാണ്, ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്കെന്നാൽ പതുക്കെ ബാക്കിലോട്ട് നടക്കാം. പുറകിലാണ് AC കോച്ചുകൾ. അപ്പോൾ നമ്മളിന്ന് AC കോച്ചിലാണ് പോകുന്നത്. ഏത് കോച്ചിലാണ് പോകുന്നതെന്നുള്ളതിലൊക്കെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ട്രെയിന് end to end യാത്രക്കാർ വളരെ കുറവാണ്. കാര്യം പാലക്കാട് നിന്ന് ഇപ്പോൾ വൈകുന്നേരം 4:10 വിട്ടാൽ നാളെ രാവിലെ 4 മണിക്ക് 12 മണിക്കൂർ എടുക്കും. അതേസമയം വൈകുന്നേരം നമുക്ക് 7:30 ആലപ്പുഴയ്ക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ 5 മണിക്കാകുമ്പോഴേക്കും അവിടെ എത്തും. ഒരു 10 മണിക്കൂറൊക്കെ വേണ്ടി സാധാരണ വണ്ടി എടുക്കും. ഇതിന് ഏകദേശം 12 മണിക്കൂറാണ്. റണ്ണിങ് ടൈം കൂടുതൽ, ദൂരവും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ബാക്കിൽ AC കോച്ചുകളുടെ അടുത്തെത്തി. നമ്മുടെ കോച്ച് എത്തിയിട്ടില്ല കേട്ടോ. ഇനി 2 AC 2 tier, 2 AC 3 tier, അതുപോലെ ഒരു ഫുൾ ഫസ്റ്റ് AC. ഇത്രയാണ് ഈ ട്രെയിനിന് ഉള്ളത്. നമ്മളിന്ന് ഫസ്റ്റ് ACക്കാണ് നമ്മുടെ യാത്ര. ഫസ്റ്റ് ACക്ക് യാത്രയുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 3rd ACക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് 40 മേലെ ആയിട്ടുണ്ടായിരുന്നു. അത് കൺഫേം ആവില്ല, കാരണം 2 കോച്ചല്ലേ ഉള്ളൂ. അതിന് നോക്കുമ്പോൾ സെക്കൻഡ് ACക്ക് 20 മേലെ വെയിറ്റിംഗ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ACക്ക് നോക്കുമ്പോൾ ആകെ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ആയിരുന്നു. അപ്പോൾ പിന്നെ അതെന്തായാലും ഉറപ്പായിട്ടും കൺഫേം ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ACക്ക് തന്നെ ബുക്ക് ചെയ്തു. കാര്യം ഫസ്റ്റ് ACയുടെ ടിക്കറ്റ് അപ്പോഴും പാലക്കാട് നിന്ന് ചെന്നൈയിലേക്കുള്ള പ്രൈവറ്റ് ബസ്സുകളിൽ, സ്ലീപ്പർ ബസ്സുകളിലെ ടിക്കറ്റിനെക്കാട്ടും കുറവായിരുന്നു ചാർജ്. സൺഡേ ആണല്ലോ. നമുക്കിതിനകത്ത് നിന്ന് D കൂപ്പയിലാണ് നമ്മുടെ സീറ്റ്. ഇൻട്രസ്റ്റിംഗ്ലി ചാർട്ട് നോക്കിയപ്പോൾ ഇന്ന് ഇവിടുന്ന് പാലക്കാട് നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിനിൽ പാലക്കാട് നിന്ന് ബോർഡ് ചെയ്യുന്ന ഏക പാസഞ്ചർ ഞാനാണ്. H1 കോച്ചിൽ ഞാൻ മാത്രമേ പാലക്കാട് നിന്ന് ബോർഡ് ചെയ്യുന്നുള്ളൂ. ഒരാരും പാലക്കാട് നിന്ന് ബോർഡിങ്ങില്ല. ബാക്കിയെല്ലാം പൊള്ളാച്ചി, ഉടുമൽപേട്ട്, ദിണ്ടുഗൽ ബോർഡിങ്ങാണ്. പിന്നെ ഉള്ളിലോട്ട് പോകും. ഇതാണ് ഫസ്റ്റ് ACയുടെ ഇൻറ്റീരിയേഴ്സ്. ഡിയിലാണ് ഞാനിന്ന്. ഇതാണ് D ഒരു കൂപ്പയാണ്, 2 seater. ഇതിനകത്താണ് നമ്മുടെ സീറ്റ്. ബ്ലാങ്കറ്റൊക്കെ കണ്ടോ, അടിപൊളി. ഇവിടെയാണ് നമ്മുടെ അടുത്ത 12 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ തരാമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ ഫസ്റ്റ് ACയിൽ യാത്ര ചെയ്യുന്നത്. പതിവുള്ള പോലെ തന്നെ മുകളിലോട്ട് കയറുമ്പം പടിയുണ്ട്. കൂപ്പ ആയതുകൊണ്ട് ഇതിനകത്ത് 2 ബർത്താണ്, അപ്പർ ബർത്തും ലോവർ ബർത്തും. എനിക്ക് ഇട്ടിരിക്കുന്ന ലോവർ ബർത്താണ്, ഇതാണ് അപ്പർ ബർത്ത്. അപ്പോൾ ഇതിനകത്ത് അവർ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ നല്ല
ബ്ലാങ്കറ്റാണ് തന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു തലേണ തന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റൊന്നും വന്നിട്ടില്ല ഇതുവരെ. ബെഡ്ഷീറ്റ് മിക്കവാറും വണ്ടി പുറപ്പെടുമ്പോഴേക്കും അവർ കൊണ്ടുവന്ന് വെക്കുള്ളൂ. അപ്പോൾ നല്ല ബർത്താണ്. ബർത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കാണിച്ചു തരാം. നമ്മുടെ ശബരി എക്സ്പ്രസ് ഇത് ഞാൻ കാണിച്ചു തരാം. അതേപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. ശബരി എക്സ്പ്രസ്സിൽ നമ്മൾ കാണാത്തൊരു സാധനമാണ് ഈ കാണുന്ന സാധനം. ഈ ഒരു ബെഞ്ച് പോലൊരു സാധനമുണ്ട്. ഇത് ശബരി എക്സ്പ്രസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എന്തിനുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. മേ ബി ചെറിയ കുട്ടികളെ ഇരുത്താനോ അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കി എന്ന് പറഞ്ഞാൽ അത് കാല് നീട്ടി വെക്കാനാണോ എന്തിനു സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ മാത്രം, ഇപ്പുറത്തില്ല. അവിടെ അങ്ങനെ ഒരു സാധനമുണ്ട്. ഇതിനകത്ത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു ഇന്ത്യ ടൂറിസത്തിന് ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ മിററുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ രാജധാനിയിൽ യാത്ര ചെയ്ത് പോകാൻ വേണ്ടി രാജധാനിയിൽ ഇങ്ങേറ്റത്തായിട്ട് ഡോറിൻ്റെ അവിടെ ഒരു ഫുൾ സൈസ് മിറർ വെച്ചിട്ടുണ്ട്. ഇതിലതൊന്നുമില്ല. സംഭവം എന്തായാലും മൊത്തത്തിൽ പൊളിയാണ്. അപ്പം മീൻവേൽ അവർ ബെഡ്ഷീറ്റ് ഇത് കൊണ്ടുവന്ന് വെച്ചു. എന്താണ് പില്ലോ കവർ വെച്ചിട്ടുണ്ട്. പിങ്ക് കളർ പില്ലോ കവറാണ്. ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ സെറ്റ് ആകുമ്പോൾ കുറച്ച് കണ്ട് നോക്കാം. അപ്പം നമ്മൾ ഏകദേശം ഡിപ്പാർച്ചർ സമയം ആവാറുണ്ട്. മണി 4:10, 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി കോച്ച് നമ്മുടെ പുറത്തു നിന്നൊക്കെ ഒന്ന് കണ്ടേക്കാം. ഈ കോച്ചിന് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ മുതൽ യാത്ര ചെയ്യുന്നത്. ബാക്കി എല്ലാവരും വഴിയിൽ നിന്ന് കയറുള്ളൂ. അപ്പോൾ അത് ഒരു എൻ്റെത് 2 സീറ്ററാണ്. അതിൻ്റെ അടുത്തുള്ളതും 2 സീറ്ററാണ്. പിന്നുള്ളൊരു 4 സീറ്റർ ജി ആണ്. അതാണ് ജി ക്യാബിൻ. 4 പേരുണ്ട്. ഇവിടെയും പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫാനൊക്കെ ഓണേ തണുപ്പിക്കാനിട്ടിട്ടുണ്ട് അവർ. അപ്പോൾ ഫസ്റ്റ് AC കോച്ചിൽ ICF ആണെങ്കിലും ഷവറുണ്ട് കേട്ടോ. ഇതാണ് ഷവർ. ഇതിൻ്റെ അതുകൊണ്ട് ഇതാണ് എൻ്റെ ഷവർ റൂം. ഇവിടെ ജസ്റ്റ് ഒരു ഹാൻഡ് ഹെൽഡ് ഷവറും മറ്റും തന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ജസ്റ്റ് ഒരു ഹാൻഡ് ഹെൽഡ് ഷവറിൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇതൊന്നുമില്ല, ഹീറ്ററൊന്നുമില്ല LHP പോലെ. പിന്നെ ഇപ്പുറത്തായിട്ട് ഒരു വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ട്. നല്ല വൃത്തിയുണ്ട്. ജനറലി ഫ്ലോറിൽ വെള്ളമുണ്ട്, പക്ഷേ വൃത്തിയുണ്ട്, നല്ല ക്ലീനാണ്. സംഭവം എല്ലാം ഉണ്ട് ഇതിനകത്ത്. അടിപൊളിയായിട്ടുണ്ട്. കോച്ച് 17601C H1 MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് വയ പഴനി എന്ന് പോകുന്നുണ്ട്. നമ്മൾ റേക്കിന് ഏറ്റവും പുറകിലാണ്. ഇതിപ്പോൾ ഡിണ്ടിഗൽ വെച്ച് റിവേഴ്സലുണ്ടല്ലോ. ഡിണ്ടിഗൽ റിവേഴ്സൽ കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാവും. പിന്നെ ലോക്കോയിൽ നിന്ന് 4ാമത്തെ കോച്ചാണ് നമ്മൾ. ചെന്നൈ സെൻട്രലിൽ ഇറങ്ങി നമ്മൾ ഒരുപാട് ദൂരം നമ്മൾ നടക്കണ്ട സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ. അതാണ് ഒരു മില്ല അഡ്വാൻറ്റേജ്. നമ്മൾ ഈ പ്ലാറ്റ്ഫോം 1 ഇതുവരെ ഡിപ്പാർട്ട് ചെയ്തില്ല. പ്ലാറ്റ്ഫോം 1 സൈഡിൽ ഒരു കുഞ്ഞ് സൈഡിങ് ലൈൻ പോലെ ഉണ്ട്. ഇവിടെ ഒരു ഈ ട്രാക്ക് മെയിൻ്റനൻസ് മിഷനെ കൊണ്ട് നിർത്താറുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേയറ്റത്ത് സദേൺ മോസ്റ്റ് എൻഡിൽ കാണുന്ന ആ ഷെഡ് പോലത്തെ സാധനം കാണുന്നതാണ് പാലക്കാട് മെമു ഷെഡ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 5 നിന്ന് ജസ്റ്റ് നമ്മുടെ പാലരുവി എക്സ്പ്രസ് പുറപ്പെട്ടു പോകുന്നുണ്ട്. കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് നിർത്തിയ ട്രെയിൻ പകുതി ഇറങ്ങിയിട്ട്. തൂത്തുക്കുടിയിലൊക്കെ പാലരുവി എക്സ്പ്രസ് ആണ്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു. സമയം ഇപ്പോൾ 4:05 ആയതേ ഉള്ളൂ. 4:10 നമ്മുടെ ഡിപ്പാർച്ചർ. എന്നാലും ടൈമായിട്ടേ പോകുള്ളൂ. ഇതാണ് പാലക്കാട് സ്റ്റേഷൻ്റെ കോയമ്പത്തൂർ എൻഡ് പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നുള്ള ദൃശ്യങ്ങൾ. അപ്പോൾ കൃത്യസമയമായ 4:10 പാലക്കാട് ജംഗ്ഷനിൽ നമ്മൾ ട്രെയിൻ അനങ്ങി തുടങ്ങിയിരിക്കുകയാണ്. CB ചെറിയക്കാണ്. ആ ജർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് പുറപ്പെടാൻ നേരം ഒരു ചായ വെണ്ടർ വന്നു. അപ്പോൾ ഒരു ചായ മേടിച്ചു. അല്ല, ചായ മാത്രം മേടിച്ചു പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചു മറ്റേ റെഡിമെയ്ഡ് ചായ ആയിരുന്നു. പക്ഷേ ടീ ബാഗ് ചായയാണ്. പാലക്കാട് സ്റ്റേഷനിൽ നല്ല രീതിക്ക് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെ പൊക്കിയിട്ടുണ്ട് ടിക്കറ്റ് ഇല്ലാണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് പാലക്കാട് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നും പുറത്തിറങ്ങുന്നു. ഈ സ്റ്റേഷൻ്റെ ഒരു ലേഔട്ട് ഇത്തിരി യൂണീക്കാണ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് ഇറങ്ങിയിട്ട് 2 വഴിയാണ് പുറത്തിറങ്ങുന്നത്. ഇങ്ങനെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതായിരുന്നു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പുറത്ത് A ക്യാബിനൊക്കെ കാണാം. ഇപ്പുറത്തോട്ട് മാറി നമ്മുടെ ഒറ്റപ്പാലം സൈഡിലേക്ക് പോകുന്ന മെയിൻ ലൈൻസ് കാണാം. ഒറ്റപ്പാലം, ഷൊർണൂർ, തൃശ്ശൂർ.
ആ കാണുന്നതാണ് അങ്ങോട്ടൊക്കെയുള്ള മെയിൻ ലൈൻസ്. നമ്മളിതാ നേരെ പൊള്ളാച്ചി ലൈനിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ പൊള്ളാച്ചി ലൈനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിനി പാലക്കാട് ടൗണിലൊരു സ്റ്റോപ്പുണ്ട്. പാലക്കാട് ടൗണിലെ സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ പൊള്ളാച്ചിയിലെ സ്റ്റോപ്പ്. ഈ ട്രെയിനിന് കുറച്ചധികം കാലത്ത് കൊല്ലംകോട് ഒരു സ്റ്റോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഡിമാൻഡുണ്ട്. പക്ഷേ റെയിൽവേ ഇതുവരെ കൊല്ലംകോട് സ്റ്റോപ്പ് കൊടുത്തിട്ടില്ല വണ്ടിക്ക്. കൊല്ലംകോട് സ്റ്റോപ്പ് കൊടുത്താൽ നന്നായിരുന്നു. കാര്യം പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലുള്ള ഒരു മേജർ ടൗണാണ് കൊല്ലംകോട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കോച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ യാത്രക്കാരനായിട്ട്. ഈ കോച്ചിൽ മൊത്തം 20 ബർത്താണ് ഫസ്റ്റ് എ സിയിൽ. ഈ 20 ബർത്തിൽ ഒരെണ്ണം മാത്രം ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. അതിന് ഞാനാണ്. പാലക്കാട് മുതൽ ചെന്നൈ സെൻട്രൽ വരെ ഏക റിസർവേഷനാണ്. പിന്നെയുള്ള ഞാൻ നോക്കിയിട്ട് ഒരാളോ മറ്റേ പൊള്ളാച്ചിയിൽ നിന്ന് കയറാനുണ്ട്. പിന്നെ കുറച്ചധികം പേര് ഉടുമൽപേട്ടിൽ നിന്നും ഡിണ്ടിഗലിൽ നിന്നാണ്. ഡിണ്ടിഗലിനെ നോക്കിയിട്ട് ഏകദേശം 10 ബർത്തോളം ഡിണ്ടിഗലിൽ നിന്നാണ് ബോർഡിങ്. എനിക്കൊന്ന് ഡിണ്ടിഗൽ കോട്ടയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇനി ഡിണ്ടിഗൽ എത്തിയാലേ അറിയുള്ളൂ ശരിക്കും വണ്ടി ഫുള്ളാണോ അല്ലെന്നുള്ളത്. കാര്യം പൊള്ളാച്ചി മുതൽ ഞാൻ ചുമ്മാ കറണ്ട് റിസർവേഷൻ നോക്കിയപ്പോൾ ഡിണ്ടിഗൽ വരെ 10 ബർത്ത് കാലി കാണിച്ചത്. കൽപ്പാത്തിപ്പുഴയാണ്, കൽപ്പാത്തിപ്പുഴ. പാലക്കാട് ജംഗ്ഷനെക്കാട്ടും സത്യം പറഞ്ഞാൽ സിറ്റിയുടെ ഉള്ളിൽ, പാലക്കാട് നഗരത്തിൻ്റെ ഉള്ളിലുള്ളത് പാലക്കാട് ടൗൺ സ്റ്റേഷനാണ്. പാലക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്റ്റേഷൻ ഇരിക്കുന്ന ഒലവക്കോടാണ്. ഒലവക്കോട് എന്ന സ്ഥലത്താണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാട് മാർക്കറ്റിന് അടുത്ത് സുൽത്താൻപേട്ടിലാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ, നമ്മൾ അമൃത എക്സ്പ്രസ്സിന് യാത്ര ചെയ്ത വീഡിയോ നമ്മൾ പാലക്കാട് ടൗണിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് ടൗൺ, അല്ലാണ്ട് ഒരുപാട് വലുതൊന്നുമില്ല. ഈ സൈഡിൽ ഈ ലാൻഡ് ലെവൽ ചെയ്തിരിക്കുന്നത് പുതിയ ഷണ്ടിങ് നെക്കിന് വേണ്ടിയാണോന്നൊരു സംശയം. കാരണം കുറച്ച് ദൂരമായിട്ടുണ്ട്. ഇത് ജസ്റ്റ് ലെവൽ ചെയ്തിട്ടേ ഉള്ളൂ, അതിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല അവർ. അപ്പോൾ ഇതിനകത്തിനിപ്പോൾ ഷണ്ടിങ് നെക്ക് ഉണ്ടെങ്കിൽ ഈ സിഗ്നൽ ബോക്സ് നമുക്ക് മാറ്റേണ്ടി വരും ഇവിടുന്ന്. നമ്മൾ ജസ്റ്റ് പാലക്കാട് ടൗൺ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. നേരെയുള്ള ലൈന് ബേസിക്കലി ഇതിൻ്റെ ഗുഡ്സ് യാർഡിലേക്ക് അല്ല, ഇതൊരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ പോകുന്നു. നമ്മുടെ ലോക്കോ ജസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നത് ദൂരെ കാണാം. നമ്മൾ ശരിക്കും 18ാമത്തെ കോച്ചിലാണ് ഇപ്പോൾ ഇറങ്ങിക്കുന്നത്. ഇവിടെ ബേസിക്കലി 3 പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പോൾ 1ലേക്ക് കയറിയിരിക്കുന്നത്, നമ്മുടെ റൈറ്റിലോട്ട് 2ഉം പിന്നെ അങ്ങേ അറ്റത്ത് ലൈൻ കാണുന്ന 3ഉം. അങ്ങനെ മൊത്തം 3 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഉള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 3ൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പുതിയ പിറ്റ് ലൈൻ വരുന്നത്. നമുക്ക് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞതിലൊരു ചെറിയ തിരുത്ത് ഞാൻ വരുത്തുന്നുണ്ട്. 3 പ്ലാറ്റ്ഫോമല്ല, ശരിക്കും 4 പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ ഈ കയറാൻ പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബേ ലൈൻ പ്ലാറ്റ്ഫോമും കൂടി ഉണ്ട്, പ്ലാറ്റ്ഫോം നമ്പർ 1A. അവിടെയാണ് ഇവർ മെമു ഹാൻഡിൽ ചെയ്യാറ്. കാരണം അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു ലൈനും കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. അത് ബേ ലൈൻ പ്ലാറ്റ്ഫോമാണ്. അവിടെയാണ് ഇവർ മെമു ഹാൻഡിൽ ചെയ്യുന്നത്. പാലക്കാട് ടൗൺ കോയമ്പത്തൂർ മെമു, അതുപോലെ പാലക്കാട് ടൗൺ ഈറോഡ് മെമു ഉണ്ട്. അതിൽ കോയമ്പത്തൂർ മെമു സാധാരണ ബേ ലൈനിലാണ്, ഈറോഡ് മെമു പ്ലാറ്റ്ഫോം 1 തന്നെ പോകാറ്. നമ്മൾ ജസ്റ്റ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുക്കുന്നു. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിലെ മാർക്കിങ്സ് കണ്ടറിയാം. ഇവിടെ 24 കോച്ചുള്ള ട്രെയിനുകൾ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം തിരക്ക് ഇവിടുന്ന് കയറാനുണ്ട്. ഈ തിരക്ക് മിക്കവാറും എല്ലാം ഇവിടുന്ന് പൊള്ളാച്ചി, പഴനി, ദിണ്ടുഗൽ അങ്ങോട്ടൊക്കെയുള്ള. ചെന്നൈക്കുള്ള തിരക്ക് വളരെ കുറവാണ് ഈ ട്രെയിനിൽ ഇവിടുന്ന്. என்ன ஏறுண்ணா
ഇതാണ് പാലക്കാട് ടൗൺ സ്റ്റേഷൻ. നമ്മൾ 4:23 ഇവിടെ എത്തി. ഇവിടുന്ന് തിരക്ക് ഇവിടുന്ന് AC കോച്ചുകളുണ്ട്. 2 tier-ലോട്ടും 3 tier-ലോട്ടൊക്കെ യാത്രക്കാർ 1-2 പേര് കയറുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ജനറലോട്ട് കയറുന്നുണ്ട്. സ്ലീപ്പറിലും കുറച്ച് തിരക്ക് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ്ട്രീം ലെഫ്റ്റിലുള്ളതാണ് ബേ ലൈൻ പ്ലാറ്റ്ഫോം 1A. നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം 1-ലാണ്. അപ്പോൾ നമ്മുടെ ഈ കോച്ചിൻ്റെ ബിൽഡേഴ്സ് പൈറ്റ് ഇവിടെ ഉണ്ട്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ് നിർമ്മിച്ചിരിക്കുന്നത്. WGFAC SR17001C. ഫെബ്രുവരി 2018 പണിത കോച്ചാണത്. 17 ആണെങ്കിലും ഫെബ്രുവരി 2018 ബിൽഡ് ചെയ്ത കോച്ചായിരുന്നത്. ഇതാണ് അതിൻ്റെ ബിൽഡേഴ്സ് പ്ലേറ്റ്. അപ്പോൾ ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ പിറ്റ് ലൈൻ. ഇത് അങ്ങ് ദൂരെ കാണുന്നുണ്ടോ? അത് അങ്ങേ അറ്റത്ത് കാണുന്നതാണ് പിറ്റ് ലൈൻ്റെ വർക്ക്. പിറ്റ് ലൈൻ്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇപ്പുറത്ത് കാറ്റ് വാക്കിൻ്റെയും കോൺക്രീറ്റിംഗ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണി അത്യാവശ്യം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഭയങ്കര സ്പീഡ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിന്ന പോലെയായിരുന്നു വർക്ക്. ഇപ്പോൾ അത്യാവശ്യം പണി നടക്കുന്നുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2 ഉം 3 ഉം. 2-ലും 3-ലും ഞാനീ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, വല്ലപ്പോഴുമൊക്കെ ട്രെയിനുള്ളൂ. ബേസിക്കലി ഇവിടുന്ന് രാവിലെ പോകുന്ന മറ്റേ പാലക്കാട് ട്രിച്ചി പാസഞ്ചർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം 2 എന്നാണ് പോകുന്നത്. പ്ലാറ്റ്ഫോം 3-ൽ എന്തായാലും റെഗുലർ ട്രെയിൻസ് ഒന്നുമില്ല. ഫ്രൈറ്റൊക്കെ പ്ലാറ്റ്ഫോം 3-ലാണ് ഇടാറ്. ബേസിക്കലി പ്ലാറ്റ്ഫോം 2 ഉം 3 ആണ് ഒറിജിനൽ ബ്രോഡ് ഗേജ് സൈഡ്. ഇത് മീറ്റർ ഗേജ് സൈഡായിരുന്നു നമ്മളിപ്പോൾ നിന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. ഇതോടെ പിറ്റ് ലൈൻ്റെ കാറ്റ് വാക്കിൻ്റെ കൺസ്ട്രക്ഷൻ കാണാം. ഒരു സൈഡ് കാറ്റ് വാക്ക് പണിതു, മറ്റേ സൈഡിലേക്കുള്ള സ്ട്രക്ചറായി വരുന്നു. ഭയങ്കര സ്ലോ ആണ് ഇതിൻ്റെ വർക്ക്. ഇത് വർക്ക് തീർത്ത് കഴിഞ്ഞാൽ പ്രോബ്ലി നമുക്ക് പാലക്കാട് നിന്നൊരു തിരുവനന്തപുരം ഇൻ്റർസിറ്റിയോ വല്ലതൊക്കെ കിട്ടുമായിരിക്കും. കാര്യം 24 കോച്ചിൻ്റെ പിറ്റ് ലൈനാണ്. ഇതാണ് പാലക്കാട് ടൗൺ സ്റ്റേഷൻ ബിൽഡിങ്. നമ്മളന്ന് ഈ ഷെൽട്ടറിനകത്താണ് നമ്മുടെ അമൃത എക്സ്പ്രസ് യാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ട്രെയിൻ കയറിയത്. ബസ് കയറിയെന്ന് പറയാനുള്ള കാരണം തൊട്ട് പുറത്ത് കിടപ്പോളം ഒരു ബസ് പോയി, പിന്നെ കണ്ണ ബസ്സിലേക്കാണ് പോയത്. പിന്നെ തൊട്ടടുത്താണ് പാലക്കാട് ടൗൺ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. പാലക്കാട് ബേസിക്കലി പ്രൈവറ്റ് ബസ്സുകൾ വരുന്ന 3 ബസ് സ്റ്റാൻഡുകളാണുള്ളത്. ടൗൺ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡും അതുപോലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡും. ഇവിടെ തൊട്ടടുത്താണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഈ ചെർപ്പളശ്ശേരി ഭാഗത്തോട്ടുള്ള ട്രെയിനുകളൊക്കെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പുറപ്പെടുക. അപ്പം നമ്മളങ്ങനെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അവിടെ ഇപ്പോൾ റെഡ് ബസ് കയറിപ്പോകുന്ന കാണുന്നുണ്ട് അകത്തോട്ട്. ആ റെഡ് ബസ് അകത്തോട്ട് കയറിപ്പോകുന്നതാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ചെർപ്പളശ്ശേരി, അതുപോലെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ബസ് ഇവിടെ നിന്നാണ്, എനിക്ക് ഉറപ്പില്ല കേട്ടോ. ചെർപ്പളശ്ശേരി അങ്ങനത്തെ ബസ്സുകൾ ഇവിടെ നിന്നാണ് പുറപ്പെടുക. ഇതായിരുന്നു ടൗൺ സ്റ്റേഷൻ. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നു. തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറുന്നു. ഇവിടെ ആക്ച്വലി റെയിലിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു യാർഡാണ് റെയിൽവേയുടെ. നല്ല ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ സുഖമായിട്ട് പിറ്റ് ലൈനും 2-3 സ്റ്റേബിളിംഗ് ലൈനും കോച്ചിങ് ഡിപ്പോ ഒക്കെ പണിയാണ്. പണിത് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് പാലക്കാട് ബേസ് ചെയ്ത് കുറച്ചധികം ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക, പാലക്കാട് തിരുവനന്തപുരം ഇൻ്റർസിറ്റി വന്ന അടിപൊളിയാവും. രാവിലെ പാലക്കാട് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ട്രിവാൻഡ്രം എത്തിയിട്ട് തിരിച്ചു വരുന്ന പോലെ. അങ്ങനെ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താൽ നന്നാവും. സ്റ്റാർട്ട് ചെയ്യുമോ എന്നറിയില്ല. അത് പഴയ കേരള എക്സ്പ്രസിൻ്റെ ഷെഡ്യൂളും. അപ്പോൾ നമ്മൾ ബെഡ്റോളിൻ്റെ ഒരു റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതാണ് തലേണ. തലേണയ്ക്ക് സത്യം വലിയ വലിപ്പം ഇല്ല കേട്ടോ. നമ്മുടെ 3rd AC-യിലും 2nd AC-യിലൊക്കെയുള്ള തലേണ പോലെ തന്നെ ഉള്ളൂ. നമ്മൾ രാജധാനിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തലേണായിരുന്നു. നമ്മുടെ ബെഡ്റോള് ലിനൻ വന്നിരിക്കുന്നത് നല്ലൊരു കവറിലാണ്. കവറിനകത്തായിട്ട് ഒരു 2 ബെഡ്ഷീറ്റും ഒരു ടവലും, ഒരു ഫേസ് ടവലും തന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റ് 2ഉം പിങ്ക് കളറാണ്. എനിക്കൊന്ന് ഇതാണ് ഫസ്റ്റ് AC-യും സാധാരണ കോച്ചിൽ അവർ ഡിഫറൻഷ്യേറ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതേ കളറാണ് നമ്മുടെ മാംഗ്ലൂർ, ചെന്നൈ മെയിലിലും കണ്ടിട്ടുള്ള ഫസ്റ്റ് AC-യിൽ. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. ആ ഒറിജിനൽ എൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ക്രാഷ് ആയപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നമുക്കിനിത് അപ്ലോഡ് ചെയ്യാൻ ഒരു വഴിയില്ല. അപ്പോൾ ഇതാണ് സദേൺ റെയിൽവേയുടെ ഫസ്റ്റ് AC കോച്ചിനകത്തുള്ളത്. നല്ല ബ്ലാങ്കറ്റുമാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ റൂട്ടാണ് കേട്ടോ. ദൂരം മലകളും ഒക്കെ
തിരക്കായിട്ട് നമ്മൾ ജസ്റ്റ് വടകണ്ണികാപുരം കഴിഞ്ഞിപ്പോൾ ജസ്റ്റ് കൊല്ലങ്കോട് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. കൊല്ലങ്കോട് സ്റ്റേഷൻ നമുക്ക് ഹോൾട്ടില്ല, പക്ഷെ കൊല്ലങ്കോട് ഒരു ഹോൾട്ട് വേണമെന്ന് കാലങ്ങളുടെ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പ്ലാറ്റ്ഫോം റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിലെ മലകൾ കണ്ടത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. നമ്മളിപ്പോൾ പാലക്കാട് പാസിൽ കൂടെ, പാലക്കാട് ഗ്യാപ്പിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഗ്യാപ്പിൽ കൂടെ പോയി അങ്ങനെ പൊള്ളാച്ചി പോയി വരും. അവിടുന്ന് അങ്ങനെ വെസ്റ്റേൺ ഗാർഡ്സിന് പാരലായിട്ടാണ് നമ്മൾ ഡിണ്ടിഗൽ വരെ പോവുക. ഡിണ്ടിഗലിലാണ് പിന്നെ നമ്മൾ വഴിമാറി പോകുക. വലിയ മോശമില്ലാത്ത സ്പീഡുണ്ട്. 102, 103 എന്ന് പിടിക്കണം. പിന്നെ 105 ആണെന്ന് ലിമിറ്റ്. നമ്മളിപ്പോൾ ഏകദേശം മുതലമട പ്രദേശത്താണ്. മുതലമട എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാംഗോ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. മാങ്ങയ്ക്ക് വളരെ പ്രശസ്തമാണ് മുതലമട. നമ്മളിപ്പോൾ ഏകദേശം മുതലമട എടുത്തുകൊണ്ടിരിക്കുന്നു. മുതലമട സ്റ്റേഷനിലേക്ക് എത്താൻ പോകണം. അറിയില്ല, മുതലമട എന്ന് പറയുന്നത് ഈ റൂട്ടിൽ തന്നെ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ്. നമ്മുടെ മലയാളം സിനിമയിൽ ഒരുപാട് മലയാളം സിനിമകളിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഹൃദയം സിനിമയിൽ വരെ ഇപ്പോൾ ഈ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷനിലെ മരം. തോപ്പുകളുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പൊള്ളാച്ചി മേഖല എന്ന് പറയുന്നത് തെങ്ങിന് ഭയങ്കര ഫേമസ് ഉള്ളൊരു മേഖലയാണ്. തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പൊള്ളാച്ചിയിലൊക്കെ ഒരുപാട് തെങ്ങ് തോപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് നമ്മുടെ കേരളത്തിലോട്ട് നല്ല ശതമാനം തേങ്ങ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഏറെക്കുറെ തമിഴ്നാട് ബോർഡർ എത്താറായിട്ടുണ്ട്. നമ്മളിപ്പോൾ അധികം താമസിച്ചത് മീനാക്ഷിപുരം റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്യും. എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ മീനാക്ഷിപുരം സ്റ്റേഷൻ കഴിഞ്ഞ് അധികം താമസിയാതെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരും. ഇതാണ് മീനാക്ഷിപുരം സ്റ്റേഷൻ. ഇതാണ് കേരളത്തിലെ അവസാനത്തെ സ്റ്റേഷൻ കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. കേരളത്തിലെ ലാസ്റ്റ് സ്റ്റേഷനാണിത്.
പൊള്ളാച്ചിയിലോട്ട് അടുത്ത് തുടങ്ങി. ഇത് ഇവിടെയൊക്കെ നല്ല കണ്ട വാഴയും തെങ്ങും. ഇവിടെയൊക്കെ നല്ല ഹെവി കൃഷിയാണ്. ജസ്റ്റ് പൊള്ളാച്ചിയിലോട്ട് എത്തുന്നതിൻ്റെ ചേഞ്ചസ് കാണാം. ഒരുപാട് വീടുകളൊക്കെ വന്നു. അപ്പോൾ ഇത്രയും നേരം നിറച്ച് തോട്ടങ്ങൾ മാത്രമായിരുന്നു, കൃഷിയിടങ്ങളും തെങ്ങുംതോപ്പും മാത്രമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലേഔട്ടുകളും വീടുകളും ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ ജസ്റ്റ് പൊള്ളാച്ചി സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. പൊള്ളാച്ചി സ്റ്റേഷൻ എത്തുന്നതോടുകൂടി നമ്മൾ പാലക്കാട് ഡിവിഷനിൽ നിന്നും മധുരൈ ഡിവിഷനിലേക്ക് പ്രവേശിക്കും. പൊള്ളാച്ചി സ്റ്റേഷൻ കഴിഞ്ഞിട്ടാട്ടോ മധുരൈ ഡിവിഷൻ തുടങ്ങുന്നത്. പൊള്ളാച്ചി സ്റ്റേഷൻ പാലക്കാട് ഡിവിഷന് കീഴിലാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ഈ കാണുന്ന ലൈന് ഇവിടെ നിന്ന് വരുന്നതാണ്, നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ലൈനാണ്, പോത്തന്നൂരിൽ നിന്ന് വരുന്ന ലൈനാണ്. നമ്മൾ ഈ ലൈൻ വഴി 1-2 പ്രാവശ്യം ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം ആക്ച്വലി നമ്മളിതുവഴി പോയിട്ടുണ്ട്. ഇനിയും പോകണമെങ്കിൽ നമ്മൾ പോകും കേട്ടോ. ഇതാണ് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ലൈന്. ഇവിടെ ഒരു വലിയ ബലാസ സൈഡിങ് ഒക്കെ ഉണ്ട്. പൊള്ളാച്ചി സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലാണ്. പൊള്ളാച്ചി സ്റ്റേഷൻ വിട്ട ഉടനെ നമ്മൾ മധുരൈ ഡിവിഷനിലേക്ക് പ്രവേശിക്കും. പിന്നെ നമ്മൾ മധുരൈ ഡിവിഷനിൽ തന്നെയാണ് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ കരൂർ വരെയാണെന്ന് തോന്നുന്നു പിന്നെയുള്ള മധുരൈ ഡിവിഷൻ. ഡിണ്ടുഗൽ വിട്ട ഉടനെ നമ്മൾ സേലം ഡിവിഷനോട് കയറുമെന്ന് എനിക്ക് ഉറപ്പില്ല. ജസ്റ്റ് പൊള്ളാച്ചി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തുന്നു. പണ്ട് മീറ്റർ ഗേജ് ആയിരുന്ന കാലത്ത് വളരെ ബിസി ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ് പൊള്ളാച്ചി. കാരണം കോയമ്പത്തൂർ ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കും മധുര ഭാഗത്തേക്കൊക്കെ ദിവസം മുഴുവൻ ട്രെയിനുകളുണ്ടായിരുന്ന സ്ഥലമാണ് പൊള്ളാച്ചി. ഇപ്പോൾ അത് പോയിട്ട് ആകെ 4-5 ട്രെയിനാണ് ഒരു ദിവസം ഇവർ കടന്നു പോകുന്നത്. ബ്രോഡ് ഗേജ് റെയിൽവേ, അതായത് മീറ്റർ ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജിലേക്കുള്ള കൺവേർഷൻ ശരിക്കും യാത്രക്കാർക്ക് കണക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന കണക്ടിവിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ജനറലിലേക്ക് കയറുന്ന തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പൊള്ളാച്ചിയിൽ നിൽക്കുന്നു. നമുക്കിതുവരെ സ്റ്റാർട്ടർ ആയിട്ടില്ല. നേരത്തെ എത്തിയൊന്നൊരു സംശയം. സമയം ഇപ്പോൾ 7:10. എത്തിയിട്ട് കുറച്ച് നേരമായി. ഒരു തമാശ കണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. ഇവിടുന്ന് 5:15 പോകുള്ളൂ വണ്ടി. ഇപ്പോൾ 7:11 ആയിട്ടുള്ളൂ. ഇനി 4 മിനിറ്റും കൂടെ ഉണ്ട്. ഇതാണ് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ശരിക്കും താഴെയാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് സ്റ്റേഷൻ വരുന്നത്. അങ്ങോട്ട് മാറിയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ബിൽഡിങ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേഷനാണ്. നമ്മൾ ഈ സ്റ്റേഷന് മുമ്പ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ മാറി. ഇപ്പോൾ അമൃത് ഭാരത്തിൽ കുറേ റിനോവേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ പൊള്ളാച്ചി നമ്മൾ കൃത്യസമയത്ത് പുറപ്പെട്ടു. ഇത് ഇപ്പോഴത്തെ സൈഡിലുള്ള ഇവിടുത്തെ ഗുഡ്സ് അൺലോഡിങ് ഫെസിലിറ്റിയാണ്. എനിക്ക് ഫുഡ് കോർപ്പറേഷൻ സാധനങ്ങളാണെന്ന് വരുന്നത്. കണ്ടോ, പ്രാവുകളവിടെ ധാന്യമൊക്കെ തിന്നു നടക്കുന്നുണ്ട്. ട്രാക്കിൻ്റെ സൈഡിലൊക്കെ ധാന്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇന്ന് മെയിനായിട്ട് ഭക്ഷ്യധാന്യങ്ങളാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. നമ്മളങ്ങനെ ജസ്റ്റ് പൊള്ളാച്ചിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇവിടുന്ന് അല്പം മുന്നോട്ട് കയറിയിട്ട് നമ്മൾ മധുരൈ ഡിവിഷനിലോട്ട് കയറും. അതായത് ഈ സ്റ്റേഷൻ്റെ ലിമിറ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ മധുരൈ ഡിവിഷനിലോട്ട് കയറും. ഇവിടെ ഒരു ടവർ വാഗൺ ഷെഡൊക്കെ ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ വളരെ ഗ്രാൻഡായിട്ട് 100 years ഓഫ് ഇലക്ട്രിഫിക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 1925 ഇന്ത്യൻ റെയിൽവേയിൽ ഇലക്ട്രിഫിക്കേഷൻ ആദ്യമായിട്ട് ചെയ്തത്. മുംബൈയിലായിരുന്നു ചെയ്തത്. ആ കാണുന്ന ചെറിയ മഞ്ഞ ബോർഡ് മുതൽ അങ്ങോട്ട് നമ്മൾ മധുരൈ ഡിവിഷനിലേക്ക് കയറി. ഇവിടെ നമ്മുടെ മധുരൈ ഡിവിഷനാണ്. ഇവിടെ ഇഷ്ടംപോലെ വിൻമില്ലുകളുണ്ട്. പക്ഷെ നമ്മൾ ആ വിൻമില്ലുള്ള ഏരിയാസ് ആക്ച്വലി കടന്നു. അപ്പോൾ അവിടെ ഇവിടെ അതിൻ്റെ തല മാത്രം കാണാനുണ്ട്.
ഇവിടെയൊക്കെ വിൻമില്ലുകളാണ്. എല്ലാം വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്ന് വരുന്ന കാറ്റിനെ ഹാർനസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഉടുമലൈപ്പേട്ടയിൽ അത്യാവശ്യം നമ്മുടെ കോച്ചിലെ യാത്രക്കാർ കയറും. നമ്മുടെ കോച്ചിൽ പാലക്കാട് നിന്ന് ഞാൻ മാത്രമേ കയറിയുള്ളൂ, ടൗണിൽ നിന്ന് ആരും കയറിയില്ല. അത് കഴിഞ്ഞ് പൊള്ളാച്ചിയിൽ നിന്ന് 2 പേര് കയറി. എനിക്ക് ഉടുമലൈപ്പേട്ടയിൽ അത്യാവശ്യം ആൾക്കാർ കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് കയറിയ 2 പേരെടുത്ത് ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് TT വരെ ഭീഷണിപ്പെടുത്തി. ഫൈൻ മേടിച്ചോന്ന് എനിക്കറിയില്ല. ഒത്തിരി ലഗേജ് ഉണ്ടായിരുന്നു. അതായത് ഒരു തള്ളുവണ്ടി നിറച്ച് സാധനം ഉണ്ടായിരുന്നു അവർക്ക്. അതും ചാക്ക് കണക്കിന് സാധനങ്ങളായിരുന്നു. അപ്പോൾ ഫൈൻ കെട്ടേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞാനത് വായി നോക്കിക്കൊണ്ടിരുന്നു. അവസാനം അത് എന്തായെന്ന് എനിക്കറിയില്ല. ഫൈൻ കെട്ടിയോ കെട്ടാണ്ട് അവർ രക്ഷപ്പെട്ടോ എനിക്കറിയില്ല. ഞാൻ ഉടുമലൈപ്പേട്ട സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് നല്ലോണം മാറിയിട്ടാണ് ചെയ്യുന്നത്. ജനറലിലേക്ക് കയറാനുള്ള തിരക്കാണ് ഈ കാണുന്ന മൊത്തം. റിസർവ്ഡ് കോച്ചുകളോടൊക്കെ തിരക്ക് വളരെ കുറവാണ്. ഇറങ്ങാനുള്ള ആൾക്കാർക്ക് ഇറങ്ങാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കുന്നില്ല. അപ്പം നമ്മളങ്ങനെ ഉടുമലപ്പേട്ടയിലേക്ക് എത്തി. സമയം 5:42. ഇതാണ് ഈ സ്റ്റേഷന് മറുപുറം. ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്, പ്ലാറ്റ്ഫോം 2ഉം 3ഉം. അതിൽ പ്ലാറ്റ്ഫോം 2 മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമാണ്, 3 ലൂപ്പ് ലൈനാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഡിണ്ടിഗൽ സൈഡിൽ നിന്ന് വരുമ്പോൾ സാധനം 2 പോകണമെന്ന് കയറി. അപ്പോൾ അമൃതയൊക്കെ 2 വന്ന് കയറാറ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യസമയമായ 5:45 5:45 നമ്മൾ ഉടുമൽപേട്ടയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത സ്റ്റോപ്പ് പഴനിയിലാണ്. പഴനിയിൽ വെച്ച് നമ്മൾ അമൃത എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. ഈ റൂട്ടിൽ പൊതുവെ വെൻഡിങ് വളരെ കുറവാട്ടോ. അങ്ങനെ ഒരുപാട് വെൻഡേഴ്സ് ഒന്നും വരില്ല. ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവാണ്, അതുകൊണ്ടായിരിക്കും വളരെ കുറവാണ് ട്രെയിനുകൾ. ഒരു ദിവസം ആകെ മൊത്തം ഡെയിലി ട്രെയിൻ എന്ന് പറയാൻ 4 വണ്ടിയാണ് ഈ റൂട്ടിലുള്ളത്, ഈ സെക്ഷനിലുള്ളത്. ആകെ 4 വണ്ടി. അപ്പോൾ എന്താ പറയുക, ട്രെയിൻ ഫ്രീക്വൻസി കുറവായതുകൊണ്ട് തന്നെ വെൻഡേഴ്സ് വളരെ കുറവാണ്. നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് പൊള്ളാച്ചിയിലും പഴനിയിലുമാണ് മെയിനായിട്ട് ഫുഡ് കിട്ടുന്നത്. ഈ സ്റ്റേഷനിൽ ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റൂട്ടിൽ മിക്കവാറും എല്ലാ സ്റ്റേഷനിലും ലൂപ്പ് ലൈൻസിന് നല്ല ലെങ്ത്താണ്. കണ്ടത് നമ്മൾ എപ്പോഴും ലൂപ്പ് ലൈൻ മെയിൻ ലൈനിലോട് കയറിയിട്ടില്ല, അത് കയറാൻ പോകുന്നുള്ളൂ തിരിച്ച്. നല്ല ലെങ്ത്താണ് ഇവിടെ പ്ലാറ്റ്ഫോം ലൂപ്പ് ലൈനുകൾക്കെല്ലാം. എനിക്കൊന്ന് ഫ്രൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ലോങ് ലൂപ്പ് ലൈൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദൂരം മലകൾ കാണുന്നുണ്ട്, അതൊക്കെ വെസ്റ്റേൺ ഗാർഡ്സാണ്. നമ്മൾ ഈ വെസ്റ്റേൺ ഗാർഡ്സിന് പാരലായിട്ടാണ് ഓടുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിന് പാരലായിട്ട് ദിണ്ടിഗൽ വരെ പോയിട്ട് ദിണ്ടിഗലിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ടുവേർഡ്സ് ഈസ്റ്റ് വെച്ചാൽ പിടിക്കും. അപ്പോൾ ദിണ്ടിഗൽ വരെ നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് നിന്ന് ഏകദേശം സൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എക്സാക്ട്ലി സൗത്ത് അല്ല, ഏകദേശം ഒരു സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിണ്ടിഗൽ എത്തിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ പിടിച്ച് ചെന്നൈയിലേക്ക് പോകും. ഈ പ്രദേശത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു ബ്യൂട്ടിയാണ്. കോച്ച് വിൻഡോ
വിൻഡോയിൽ നിന്നുള്ള വ്യൂ. ഇതിപ്പോൾ മായിവടി റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഉടുമൽപേട്ടയ്ക്കും പഴനിക്കും ഇടയ്ക്കുള്ള ഏക സ്റ്റേഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വിൻഡോന് നേരെ മുകളിലോട്ടാണ് H1 എന്ന് പറഞ്ഞ ബോർഡ്. കണ്ടോ? H1 എന്ന് പറഞ്ഞ ബോർഡ് ഇവിടെ ഏകദേശം കാണാം. ഇതാണ് മായിവടി സ്റ്റേഷൻ. നമ്മുടെ LHBയുടെ ഒക്കെ വിൻഡോ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെറിയ വിൻഡോ അല്ലത്. ഇത് പഴയ 3rd AC വിൻഡോയുടെ സൈസാണിത്. തീരെ ചെറുതാണിത്. കുറച്ചും കൂടി നമ്മൾ ചെയർക്കാറിലൊക്കെ പഴയ ICF ചെയർക്കാറിലൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ വിൻഡോസ് ആയിരുന്നു. LHB ആണെങ്കിൽ നല്ല സൈസുള്ള വിൻഡോ ഇട്ടാണ്. നല്ല കാഴ്ച ഉണ്ടായിരുന്നു തന്നെ പുറത്തേക്ക്. ഇവിടെ കാഴ്ച കുറച്ച് കുറവാണ്. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ വിൻഡോസൊക്കെ ടിൻറ്റിങ് വല്ലാണ്ട് ഭയങ്കര മോശമാണ്. ഇതൊരു എമർജൻസി വിൻഡോ ആണ്. അതിൻ്റെ ഇതൊക്കെ കാണാം. ഇതിൻ്റെ ഹാൻഡിലൊക്കെ കാണാം. ഇവിടെ സാധാരണഗതിയിൽ ഇതിനകത്ത് എവിടെ നിന്നെങ്കിലും ഒരു നമുക്ക് ചെയിൻ വലിച്ച് ഇത് തുറന്നെടുക്കാം. അങ്ങേറ്റത്ത് കാണാം. ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം, ഈ കാണുന്ന സാധനം റോപ്പ് പോലത്തെ സാധനം വലിച്ചു കഴിഞ്ഞാൽ ബീഡിങ് അങ്ങ് പറഞ്ഞു പോകും. ബീഡിങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഹാൻഡിൽ ഉപയോഗിച്ച് ഈ ഗ്ലാസിങ് ഊരിങ് എടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ പഴനിയിൽ കിടന്നുകൊണ്ടിരിക്കുന്നു. ഉടുമൽപേട്ട കഴിഞ്ഞാൽ 3 സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. മായിവടി റോഡ്, മടത്തക്കുളം, പുഷ്പത്തൂർ 3 കഴിഞ്ഞു. നമ്മൾ പഴനി അടുത്തുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിൽ ബേസിക്കലി ഒരു ഓഫീസ് വർക്കിന് വേണ്ടിയാണ് പോകുന്നത്. നാളെ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെന്നൈയിലെ പുതിയ ACEMU ഒന്ന് കയറാം. ഞാൻ നോക്കിയിട്ട് വണ്ടി ഫുൾ ഓപ്പോസിറ്റ് ടൈമിങ്സിനാണ് ഓടുന്നത്. അതായത് എനിക്ക് ചെന്നൈയിൽ നിന്ന് പോകുമ്പോൾ EMU കിട്ടില്ല. കാര്യം അത് 9:30ക്കാണ് ചെന്നൈയിൽ നിന്ന് എടുക്കുന്നത്, ബീച്ചിൽ നിന്ന് എടുക്കുന്നത്. എനിക്ക് അത്രയും ലേറ്റായി. അത് 10:30 താമ്പരം എത്താൻ. എനിക്ക് താമ്പരത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ ട്രിപ്പിൽ എന്തായാലും പറ്റില്ല. ഉച്ചക്കലത്തെ വല്ല ട്രിപ്പ് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കയറാം. കാരണം എന്ത് ഭംഗിയാന്ന് നോക്കൂ. വാവ്. ദൂരെ കാണുന്നതാണ് പഴനി അമ്പലം. ആ മലയുടെ മുകളിൽ കാണുന്നതാണ് പഴനി അമ്പലം. ഇത് ഭംഗിയാണ് ബാക്ക്ഗ്രൗണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. അതിന് നടുക്ക് കുന്നിൻ്റെ മുകളിൽ നമുക്ക് പഴനി അമ്പലം കാണാം. ആ അമ്പലത്തിന് ഏകദേശം താഴെയായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് കറങ്ങി അങ്ങോട്ട് വരും. ഇതൊരു ഗാർബേജ് ഡമ്പാണ്. ഗാർബേജ് ഡമ്പിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് മുകളിലായിട്ട് നമുക്ക് അമ്പലം കാണാം. അതാണ് പഴനി അമ്പലം. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ദിവസവും ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ട്രെയിൻ നല്ലൊരു ഓപ്ഷനാണ്. വൈകുന്നേരം 4:10 പാലക്കാട് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി കഴിയുമ്പോൾ ഇത് പഴനി കൊണ്ടുവന്ന് വിടും. 2 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ രാവിലെ 4 മണിക്ക് അമൃത എക്സ്പ്രസ്സും 6 മണിക്ക് തിരുച്ചെന്തൂർ എക്സ്പ്രസ്സും ഉണ്ട്. നമ്മൾ ജസ്റ്റ് പഴനിയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങ് ദൂരെ ഇത് കണ്ടുകൂടെ, എന്താ പറയുന്നത്, വിൻമില്ലുകൾ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ട് മലകളും പഴനി അമ്പലവും ഒക്കെ ഉണ്ട്. ജസ്റ്റ് പഴനി സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇപ്പം ഇത് വളരെ സ്ലോ ലൂപ്പാണ്. ഇവിടെ ഭയങ്കര സ്ലോ ആയിട്ട് വണ്ടി അകത്തേക്ക് കയറുള്ളൂ. നമ്മൾ ഈ പ്രദേശത്ത് തമിഴ്നാട്ടിൽ പൊതുവെ കാണുന്ന പ്രശ്നമാണ് ഈ വേസ്റ്റ് ട്രാക്കിൻ്റെ സൈഡിൽ കൂന കൂട്ടിയിട്ടിരിക്കുന്നത്. നല്ലോണം കാണാനുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റാണ്. നമ്മൾ ജസ്റ്റ് പഴനി സ്റ്റേഷനിലേക്ക് കയറുന്നു. സാധാരണ ഇതിൽ ടുവേർഡ്സ് മധുരൈ പോകുന്ന എല്ലാ ട്രെയിനും ഇവർ പ്ലാറ്റ്ഫോം നമ്പർ, ടുവേർഡ്സ് ഡിണ്ടിഗൽ പോകുന്ന ട്രെയിനുകളെല്ലാം ഇവർ പ്ലാറ്റ്ഫോം നമ്പർ 1-ലും ടുവേർഡ്സ് പൊള്ളാച്ചി പോകുന്ന ട്രെയിനെല്ലാം പ്ലാറ്റ്ഫോം 3-ലാണ് ഇവർ എടുക്കുന്നത് പഴനിയിൽ. ഇതാണ് ഇപ്പുറത്തെ സൈഡ്. ഇപ്പോഴത്തെ സൈഡിൽ ബേസിക്കലി മെയിൻ ലൈൻ കൂടാതെ ഒരു ഫ്രൈറ്റ് അൺലോഡിങ് ലൈനും കൂടി ഉണ്ട്. അമൃത ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടുന്ന് ഈ ട്രെയിനിലൂടെ ഹ്യൂജ് ക്രൗഡ് കയറും കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ മധുരൈ തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് വരുന്നുണ്ട്. അതിനുള്ള തിരക്ക് പ്ലാറ്റ്ഫോം ഉണ്ട്. അതും ആ വണ്ടിക്കും ഇവിടുന്ന് ഹ്യൂജ് തിരക്ക് കയറും.
നിങ്ങൾ പഴനിയിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കഴിവതും ടിക്കറ്റ് റിസർവ് ചെയ്ത് വെക്കുക. കാരണം ജനറലോട്ട് കയറാൻ നല്ല ബുദ്ധിമുട്ടാവും, നല്ല ഇടിയാവും. പ്രത്യേകിച്ച് ഫാമിലി ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. ഫാമിലി ഉണ്ടെങ്കിൽ ജനറൽ യാത്ര ഇത്തിരി ബുദ്ധിമുട്ടാവും, നല്ല തിരക്കുണ്ടാവും. കാരണം ട്രെയിൻ മധുരയിൽ നിന്ന് തന്നെ അത്യാവശ്യം തിരക്കായിട്ടാണ് വരുന്നത്. അത് കൂടാതെ ഇവിടുന്ന് പിന്നെ ഫുള്ളാവുകയും ചെയ്യും. കേട്ടോ, ഇത് മൊത്തം അമൃത കയറാനുള്ള തിരക്കാണ്. ഞങ്ങളുടെ പഴനി സ്റ്റേഷനാണ് നേരത്തെ പ്ലാറ്റ്ഫോം. ജനറലോട്ട് കയറാനുള്ള തിരക്കുണ്ടാവും. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങും, അതുപോലെ തന്നെ ആൾ കയറുകയും ചെയ്യും. ഇവിടുന്ന് ഇറങ്ങാനുള്ള ആൾക്കാർക്ക് ഇറങ്ങാനുള്ള ഗ്യാപ്പോലും കൊടുക്കുന്നില്ല. കേട്ടോ, ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ഇവിടുന്ന് കുറച്ച് പേര് നമ്മുടെ കോച്ചിലേക്ക് കയറും. ഇത് അമൃത എക്സ്പ്രസ് ജസ്റ്റ് കയറി വരുന്നുണ്ട്. ഇന്ന് P4 നമ്മളിന്ന് ട്രിവാൻഡ്രം P7 ആയിരുന്നു. ഇന്ന് വാപ്പ് 4 22727 ആരക്കോണത്തിൻ്റെ. അമൃത എക്സ്പ്രസ് മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമാണിത്. ഉണ്ടാകും പെട്ടെന്ന് വിട്ടുപോകും. നമ്മൾ ഒന്ന് കുറച്ച് ഉരുളാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രോസിങ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഉടനെ താമസിയാതെ ഇവിടുന്ന് പുറപ്പെടുമെന്ന് തോന്നുന്നു. കണ്ട വണ്ടിയിലോട്ട് കയറുന്ന തിരക്കുണ്ടോ നിങ്ങൾ? ഇത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ദയവായി റിസർവ് ചെയ്തിട്ട് വരിക ടിക്കറ്റ്. സ്ലീപ്പർ ക്ലാസ്സിൽ റിസർവ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. അപ്പം നമ്മളങ്ങനെ പുറപ്പെടുകയായി. ഇവിടെ കുറച്ചായിട്ട് പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. കണ്ടോ, പൈലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഫുട് ഓവർ ബ്രിഡ്ജ് വല്ലതാണെന്ന് അറിയാം. അപ്പം നമുക്ക് പുറപ്പെടാനുള്ള വണ്ടി പുറപ്പെട്ടു. പുറപ്പെടാൻ ഹോൺ അടിച്ചു എന്ന് പറയാൻ വരുമായിരുന്നു. ഈ വണ്ടി ഇറങ്ങി തുടങ്ങി. പഴനിയിലും അത്യാവശ്യം ഭക്ഷണം കിട്ടും, പക്ഷെ ഒന്നും വന്നു കണ്ടില്ല. നമുക്ക് ഡിണ്ടിഗൽ നമുക്ക് ഉറപ്പായിട്ടും ഭക്ഷണം കിട്ടും. കാര്യം തൊട്ടടുത്ത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്, അവിടെ ഭക്ഷണം വിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മേടിക്കാം. എനിക്കൊന്ന് ഈ ട്രെയിനിന് ദിണ്ടിഗൽ കാറ്ററിംഗ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയില്ല. ഞാൻ സാധാരണ അങ്ങനെ കാറ്ററിംഗ് ഓർഡർ ചെയ്യാറില്ല. ഞാൻ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിനിലുള്ള ഫുഡ് മേടിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാര്യം അപ്പോഴാണല്ലോ നമുക്കൊരു പ്രോപ്പർ റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇത് സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ് ഇതല്ല. മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ് ഇത് കഴിഞ്ഞിട്ടാണ്. ഇത് എനിക്കൊന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെയൊക്കെ ഓഫീസിലെ ബിൽഡിംഗ് ആണ്. ഇതിലും ചിലപ്പോൾ എക്സിറ്റ് കാണുമായിരിക്കും. ഈ കാണുന്നതാണ് മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ്. അതിന് പുറത്തോട്ട് വലിയൊരു സ്ട്രക്ചർ അവർ പണിയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേഷൻ ബിൽഡിങ്. താഴോട്ട് ഇറങ്ങി പോകണം. ഇവിടെ ഒരു വലിയ വെയിറ്റിംഗ് റൂമൊക്കെ വരുന്നുണ്ട്. അടിപൊളി ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഇവിടെ ഒരു VLR ഇവിടെ ഒരു ഫുഡ് ട്രാക്ക് റെസ്റ്റോറൻ്റൊക്കെ വന്നു. ഞാൻ ലാസ്റ്റ് പഴനി വരുമ്പോൾ വന്നില്ല. ഇതാണ് സ്റ്റേഷൻ മാസ്റ്റർ ബിൽഡിങ്. നേരത്തെ കണ്ടല്ല. അടിപൊളിയായിട്ടുണ്ട്. പഴനി സ്റ്റേഷൻ ഒരുപാട് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പഴനി വന്നിട്ട് എനിക്കൊന്ന് 1 വർഷത്തിനടുത്തായും തോന്നും. ഇവിടെ ഒരു പഴയ ടാമ്പിംഗ് മെഷീൻ കിടക്കുന്നുണ്ട്. മീറ്റർ ഗേജ് ടാമ്പിംഗ് മെഷീൻ ആയിരുന്നത്. അത് തുരുമ്പെടുത്ത് പോകാൻ വിട്ടിരിക്കുകയാണത്. മീറ്റർ ഗേജ് കാലത്തെ ടാമ്പിംഗ് മെഷീനായിരുന്നു. ഇവിടെ ഒരു ടവർ വാഗൺ ഷെഡുണ്ട്. ടവർ വാഗൺ ഷെഡ് പഴനി. എവിടെ നോക്കിയാലും അമ്പലം കാണാൻ പറ്റും. മരങ്ങളുള്ളതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലിയായിട്ട് പഴനിയിലോട്ട് വരണമെന്ന് വിചാരിക്കുന്ന കുറേ കാലം, പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല. ഇതായിരുന്നു പഴനി റെയിൽവേ സ്റ്റേഷൻ. പഴനി നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി. ഫാമിലിയായിട്ട് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താ പറയുക, രാവിലത്തെ അമൃതയ്ക്കോ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിനോ എല്ലാം വന്നാൽ മതി. ഉച്ചക്കലത്തെ അമൃതയ്ക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. വൈകുന്നേരത്തെ അമൃതയ്ക്ക് സുഖമായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പഴനി വന്ന് പഴനി തൊഴുതിട്ട് വേണമെങ്കിൽ മധുരയിൽ പോയി അങ്ങനെയും ചെയ്യാം. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിൽ
സ്റ്റേഷനിലേക്ക് തിരിച്ച് കയറുന്നു. ഈ സ്ട്രെച്ച് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 100 or 105 അങ്ങാണ്ടാണ് ഈ സ്ട്രെച്ചിൻ്റെ MPS. നമ്മൾ ദൂരെ പഴനി അമ്പലം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ആ മരങ്ങൾ വന്ന് മറിഞ്ഞു. അപ്പോൾ പഴനി ആണ്ടവൻ അനുഗ്രഹം ഈ യാത്രക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അങ്ങനെ പഴനി നമ്മൾ ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒഡ്ഡൻചത്രമാണ്. ഒഡ്ഡൻചത്രം എന്ന് പറയുന്നത് ഇവിടുന്ന് കഷ്ടിച്ചൊരു 20 കിലോമീറ്റർ താഴെയുള്ള ദൂരം ഒഡ്ഡൻചത്രം സ്റ്റേഷനിലേക്ക്. ഒഡ്ഡൻചത്രം കഴിഞ്ഞാൽ പിന്നെ ദിണ്ടുകല്ലാണ് സ്റ്റോപ്പ്. അതിനിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിർത്തുമായിരിക്കും. എനിക്കതിൽ ഉറപ്പില്ല. എനിക്കൊന്ന് തിരുച്ചെന്തൂർ എക്സ്പ്രസ് നമ്മൾ ദിണ്ടുകല്ലിൽ വെച്ചാണോ ക്രോസ് ചെയ്യാമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം നമുക്ക് എന്താ പറയുക, ദിണ്ടുകല്ല് 7:30 എങ്ങാണ്ടാണ് നമ്മുടെ ടൈം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പ് അവിടെ എത്തി അവിടെ വെച്ച് തിരിച്ചെന്തൂരം ക്രോസ് ചെയ്യാൻ തോന്നുന്നു. എനിക്കറിയില്ല, എക്സാക്റ്റ് അറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാവുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിക്കാറായി. നല്ല ദൃശ്യങ്ങൾ. നമ്മളിപ്പോൾ ഛത്രപതി എന്നുള്ള സ്റ്റേഷനോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ നമ്മളിവിടെ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിടാൻ പോവുകയാണ് തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിൻ്റെ. അപ്പം നമ്മൾ ലൂപ്പിൽ കയറുകയാണോ അതോ തിരുച്ചെന്തൂർ എക്സ്പ്രസ് ലൂപ്പിൽ കിടക്കുകയാണോ എനിക്കറിയില്ല. ഇപ്പോഴത്തെ സൺസെറ്റിൻ്റെ വിഷ്വൽസ് ഉണ്ടോ? ഹായ്, ഒരു രക്ഷയില്ല. അവിടെ അപ്പുറത്തോട്ട് മാറി ഒരു ഹൈവേ ഉണ്ട്. ഹൈവേയുടെ ടോൾ ഗേറ്റ് കാണാം. മലകൾ ഇപ്പോഴും നമുക്ക് കമ്പനി ഉണ്ട് റൈറ്റ് സൈഡിൽ. അത് ഏകദേശം ദിണ്ടുകൽ വരെ മലകൾ നമുക്ക് കമ്പനി വരും. നമ്മൾ ഹോം സിഗ്നലിൽ നിർത്തുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ ജസ്റ്റ് അവിടെ എത്തുന്നു. എനിക്ക് ഹോം സിഗ്നൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു കണ്ടിട്ട്. നമ്മളെ ഹോമിൽ നിർത്തി. നമുക്കിപ്പോൾ പച്ച കിട്ടി. നമ്മൾ റൺ ത്രൂ ആണ്. ഓപ്പോസിറ്റ് വണ്ടി ഏത് സൈഡിലാണ് കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ഈ മലകളിലെ മുകളിലായിട്ടാണ് കൊടൈക്കനാലുള്ളത് കേട്ടോ. ഒഡ്ഡൻചത്രം എത്തുമ്പോൾ അവിടെ സൈഡിലായിട്ടാണ് കൊടൈക്കനാൽ മലകൾ വരുന്നത്. എൻ്റെ കൂപ്പയ്ക്കകത്തുള്ള ബർത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി. അത് സേലം വരെ കാലിയാണ്. പിന്നെ സേലത്തുനിന്നായിരിക്കും അവിടെ ഒരു പാസഞ്ചർ കയറാൻ പോകുന്നത്. അപ്പോൾ സേലം വരെ നമുക്ക് സമാധാനം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഡോർ അടച്ചിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ നോക്കാം. ക്രോസ് ചെയ്യുന്ന ട്രെയിൻ ഇപ്പോഴത്തെ സൈഡിലാണ് കിടക്കുന്നത്. ആ ലൈറ്റൊക്കെ ബ്രൈറ്റിലിട്ടാണ് കിടക്കുന്നത്. സാധാരണഗതിയിലെ വാപ്പ് 1 ആണ്. വാപ്പ് 1 അല്ലെങ്കിൽ വാപ്പ് 4 ആണ്. അങ്ങനെ ഛത്രപതി സ്റ്റേഷൻ 2274 ആണ് ലോഗോ. വാപ്പ് 4 ആണ്. ഇതാണ് തിരുച്ചെന്തൂർ പാലക്കാട് എക്സ്പ്രസ്. ഈ റൂട്ടിലുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ട്രെയിനാണ്. ഈ ട്രെയിൻ അവർ ഇതുവരെ റിസർവേഷൻ കോച്ച് കൊടുത്തിട്ടില്ല. ഈ ട്രെയിനൊക്കെ സത്യം പറഞ്ഞാൽ റിസർവേഷൻ കോച്ച് ആവശ്യമാണ്. ഇത് എക്സ്ട്രീംലി പോപ്പുലറാണ്. ഒരുപാട് ഫാമിലീസ് യാത്ര ചെയ്യുന്നതാണ്. ഇതാണ് ഛത്തിരപ്പട്ടി. നമ്മൾ ജസ്റ്റ് ഒഡ്ഡൻചത്രം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കണം. ഇവിടെ ഒന്നും ഈ ട്രെയിനിൽ കയറാൻ വലിയ തിരക്കില്ല കേട്ടോ. ഉണ്ട്, ഇത്രേ ഉള്ളൂ. ഭീകര അല്ല ഉണ്ട്. വെളിച്ചില്ലാത്തതുകൊണ്ട് കാണാത്തതുകൊണ്ട് നല്ല തിരക്ക് കയറാണ്ട് ഇവിടുന്ന്. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് റിസർവ്ഡ് ക്രൗഡ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം ജനറലോട്ടുള്ള ആൾക്കാരാണ് ഓടി വരികയാണ് ഇവിടുന്ന്. സ്റ്റാർട്ടർ ഓൾറെഡി ആംബറാണ്. ജസ്റ്റ് നിർത്തിയെടുക്കുക എന്നുള്ള സീൻ മാത്രമേ ഉള്ളൂ.
നമ്മളങ്ങനെ ഒണ്ടൻചത്രത്തിൽ നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഒരു ചെറിയ സ്റ്റേഷനാണ്. അത് ഇവിടെയായിട്ടാണ് സ്റ്റേഷൻ ബിൽഡിംഗ് വരുന്നത്. ഈ കാണുന്നതാണ് സ്റ്റേഷൻ ബിൽഡിങ്. 3 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ് ഇങ്ങോട്ടൊന്നും വെളിച്ചമില്ല. അപ്പോൾ അങ്ങനെ ഒട്ടൻചത്രം സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ സ്റ്റോപ്പ് ദിണ്ടുഗലിലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ദിണ്ടുഗൽ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ദൂരെ കാണുന്നതാണ് നമ്മുടെ സ്റ്റേഷൻ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ പോകുന്നത്. 1 പറയുന്നത് പൊള്ളാച്ചി സൈഡിൽ നിന്ന് വരുന്ന ലൈനിലെ ട്രെയിനിൽ സാധാരണ 1 എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ദിണ്ടുഗൽ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നമുക്ക് റിവേഴ്സലുണ്ട്. അപ്പോൾ ലോക്കോ റിവേഴ്സ് ആവുമോ അത് ഇവിടുന്ന് ഒരു ഫ്രഷ് ലോക്കോ ചാർജ് എടുക്കുമെന്ന് എനിക്കറിയില്ല. പണ്ട് ഡീസലായിരുന്ന സമയത്ത് ഇവിടെ വരെ ഡീസലും ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഫ്രഷ് ഇലക്ട്രിക് ലോക്കോ ആയിരുന്നു. ഇതിപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് എങ്ങനെയാണ് സീൻ എന്നുള്ളത് അറിയില്ല, കണ്ടു തന്നെ അറിയണം. മിനിമം നമുക്ക് ഇവിടുന്ന് ഡിന്നർ വല്ലതും മേടിക്കണം. ഇവിടെ ഡിന്നർ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അത്താഴത്തിനുള്ള എന്തെങ്കിലും കൂടി മേടിച്ചേക്കാം. നമ്മൾ ദിണ്ടുഗൽ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. വണ്ടി അത്യാവശ്യം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. ഇപ്പോൾ സമയം 7:17 ആയതേ ഉള്ളൂ. ഇവിടെ നല്ല തിരക്ക് കയറാണ് വണ്ടിയിലേക്ക്. ഈ വണ്ടി പൊതുവേ എല്ലാ സ്റ്റേഷനും നല്ല തിരക്ക് വരുന്നുണ്ട്. ഒട്ടൻചത്രം ഒഴികെ ബാക്കി എല്ലാ സ്റ്റേഷനും തിരക്കുണ്ടായിരുന്നു. നമുക്കിവിടുന്ന് അത്താഴം മേടിച്ചേക്കാം. ഇവിടെ അത്താഴമുണ്ട്. നല്ല തിരക്ക് ഇവിടെ ഇറങ്ങുന്നുമുണ്ട്, അതുപോലെ നല്ല തിരക്ക് ഇവിടെ നിന്ന് കയറുന്നുമുണ്ട്. കണ്ടോ, നമുക്ക് അവിടെ നിന്ന് ഡിന്നർ അപ്പോഴേക്കും മേടിച്ച് വെച്ചേക്കാം. ഇവിടെ ലോക്കോ ചേഞ്ചാണ്. കാര്യം ഞാൻ എന്താ ഇഡലി മേടിച്ച് തിരിച്ചു പോകുമ്പോഴേക്കും ഇപ്പുറത്ത് ലോക്കോ ഒന്ന് അറ്റാച്ചായി കഴിഞ്ഞു. ഇവിടെ വേറെ ലോക്കോ പോകുന്നത്. ഇവിടെ ലോക്കോ കപ്ലിംഗ് നടക്കുന്നേ ഉള്ളൂ. ഫ്രഷ് ലോക്കോണ് അപ്പോൾ വരുന്നത്. ലോക്കോ ഒന്ന് കപ്പിൾ ചെയ്തു. ആരക്കോണത്തിൻ്റെ 22557 ആണ് ഇവിടെ നിന്നുള്ള ലോക്കോ. എനിക്കറിയാം, കാണാൻ പറ്റുന്നില്ല, അറിയാം. നല്ല ഇരുട്ടാണ് ഇവിടെ. ജസ്റ്റ് ഒരു ട്യൂബ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കാനുള്ള പുതിയ ലോക്കോ പൈലറ്റ് ജസ്റ്റ് വരുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചാർജ് എടുക്കും. സമയം 7:22, 7:40 ഇവിടെ നിന്ന് പോകുള്ളൂ. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്കിവിടെ ലോക്കോ ചേഞ്ചാണ്, ലോക്കോ റിവേഴ്സലല്ല. ലോക്കോ ചേഞ്ചാണ് നല്ലത്. കാരണം ലോക്കോ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം. ഈ ട്രെയിനിക്ക് ശരിക്കും ഒരു ഷെഡ്യൂൾഡ് 10 മിനിറ്റോ 5 മിനിറ്റോ മറ്റോ സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ബിഫോർ ടൈം കയറി വന്നു. അപ്പോൾ സമയമുണ്ട്. ഈ ട്രെയിൻ യാത്രയാണെന്നുണ്ടെങ്കിൽ ദിണ്ടുഗലാണ് ഡിന്നർ മേടിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ. ദിണ്ടുഗലിലിപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, ചപ്പാത്തി, പൊറോട്ട, ഇഡ്ഡലി, ദോശ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലിയാണ് മേടിച്ചത്. കാര്യം കുറച്ച് ദിവസം വയറിന് നല്ല സുഖമില്ല. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ കുറച്ചൊന്ന് വയറിന് ഇത്തിരി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് വെച്ച്. നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. സമയം 7:38, 2 മിനിറ്റ് കൊണ്ട് പുറപ്പെടാൻ. അപ്പോൾ നമ്മളിത് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് കരൂറാണ്. അതിന് മുമ്പ് മോഹനൂരുണ്ടോയെന്നൊരു ഡൗട്ട്. അത് മോഹനൂർ അത് കഴിഞ്ഞിട്ടാണോന്നറിയില്ല. അല്ല, അടുത്ത സ്റ്റോപ്പ് കരൂർ തന്നെയാണ്. കരൂർ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. മെയിൻവെൽ നമുക്ക് പോയിട്ട് നമ്മുടെ ഡിന്നർ കഴിച്ചേക്കാം. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ഡിന്നർ. ഇഡ്ഡലി വട ഡിന്നറായിട്ട് മേടിച്ചത്. വടയുണ്ടോ ഇഡ്ഡലി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ. 50 രൂപയാണ് അടിച്ചിരിക്കുന്നത്. പക്ഷേ അവർ 60 രൂപ മേടിച്ചു. സാരമില്ല, കൊണ്ടുനടന്ന് വിൽക്കുന്നതിന് എക്സ്ട്രാ കാശ് തിരിച്ചെടുക്കണം. പിന്നെ അത് വടയില്ല, നന്നായി. രാത്രി വട വേണ്ട. ഇഡ്ഡലി മാത്രമാണുള്ളത്. 4 ഇഡ്ഡലി ഉണ്ട്. പിന്നെ ഒരു
ഒരു ഡ്രൈ ചട്നി ഉണ്ട്, പോരാത്തതിന് സാമ്പാറുണ്ട്. നന്നായിട്ട് ഇത് കഴിച്ചും കൂടി എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഈ റബ്ബർ ബാൻഡ് കെട്ടുന്നവരെ ഇത് തുറക്കുന്നവരോട് എന്ത് വിരോധമുള്ളവരാണ് റബ്ബർ ബാൻഡ് കെട്ടുന്നത് കേട്ടോ. വലിച്ച് മുറുക്കി എന്തൊക്കെയോ ചെയ്തു വയ്ക്കും. ഇതിപ്പോൾ ഇത് എവിടെ നിന്നാണോ തുറങ്ങുന്നത്? അപ്പോൾ ഈ പാക്കറ്റിനകത്തുള്ളത് ഒരു സാമ്പാറാണ്. ഇതിനകത്തുള്ളൊരു സാമ്പാറാണ്. സാമ്പാറിനും പരിപ്പുണ്ട്, പ്രത്യേകിച്ച് എരിവും അങ്ങനത്തെ ഇതൊന്നുമില്ല, കുഴപ്പമില്ല. അവരൊന്ന് മറ്റേ ഡ്രൈ ചമ്മന്തി ഒന്ന് കൂട്ടി നോക്കാം. പുളി, വെളുത്തുള്ളിയും തക്കാളിയും പുതിനയിലുണ്ട്, സൂപ്പറായിട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നറും കഴിച്ചേർക്കില്ല കേട്ടോ. നമ്മൾ അങ്ങനെ കരൂർ സ്റ്റേഷനോട് കയറണം. ഏത് പ്ലാറ്റ്ഫോമിലോട് കയറണം മനസ്സിലാവുന്നില്ല. അപ്പോൾ കരൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ടുവേർഡ്സ് നാമക്കൽ തിരിയും. അപ്പോൾ നാമക്കൽ വഴി അങ്ങനെ സേലത്ത് പോയി കയറും. സേലത്തുമ്പോൾ രാത്രി ഏകദേശം 10 ഞാൻ അതിന് മുമ്പ് ഞാൻ ഉറങ്ങും. നമ്മുടെ കോച്ചിലെ മറ്റേ പാസഞ്ചർ എനിക്ക് സേലത്തുനിന്ന് കയറും തോന്നുന്നു, നമ്മുടെ കൂപ്പയിൽ. ഞാൻ എന്തായാലും ഇവിടെ വിട്ട കിടന്ന് ഉറങ്ങാൻ പോവാണ്. നമ്മൾ പ്ലാറ്റ്ഫോം 1 വന്നാൽ മറ്റേ സൈഡിൽ, അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം കണ്ടേക്കാം. നമ്മൾ ജസ്റ്റ് കരൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. കരൂരിലും ഭക്ഷണം കിട്ടും കേട്ടോ, കരൂരിലും ഫുഡ് കിട്ടും. കരൂരിൽ നിന്ന് ഡിന്നർ നോക്കാം, ഡിണ്ടിഗൽ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ. അപ്പുറത്ത് ഡിണ്ടിഗലാണ് ബെസ്റ്റ്. ഡിണ്ടിഗലാകുമ്പോൾ കഴിച്ച് കരൂരാകുമ്പോഴേക്കും നമുക്ക് കിടക്കാൻ റെഡിയാവാം. കരി ട്രെയിൻ രാവിലെ 4 മണിക്ക് ചെന്നൈ എത്തുന്നുള്ളതുകൊണ്ട് കുറച്ച് നേരങ്ങൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്ക് മുമ്പ് ഉറങ്ങണം, എന്നാലേ നമുക്കൊരു 3-4 മണിക്കൂർ ഉറക്കം കിട്ടുള്ളൂ. അല്ലാതെ തന്നെ ഉറക്കമൊക്കെ പോക്കാണ്. ഇത് വെളുപ്പിന് 4 മണിക്ക് ചെന്നൈ പോയി കയറും. അപ്പോൾ 4 മണിക്ക് ചെന്നൈ പോയി കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം കളയണം. കാര്യം എനിക്ക് ചെല്ലേണ്ട സ്ഥലത്തൊരു 9 മണി കഴിഞ്ഞിട്ട് എത്തിയിട്ട് എനിക്ക് കാര്യമുള്ളൂ. കുറേ നേരം ഞാനവിടെ കുറ്റിയടിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് പ്ലാറ്റ്ഫോം 1 വരുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം കരൂർ വന്നിട്ടുണ്ടെങ്കിലും പ്ലാറ്റ്ഫോം 1 വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാ പ്രാവശ്യം നമ്മൾ 2 അല്ലെങ്കിൽ 3 വരാറ്. സമയം ഇപ്പോൾ 8:45, 8:45. നമ്മളിവിടുന്ന് 8:48 പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നേരം ഇപ്പോൾ നമ്മളിവിടെ ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെയും തിരക്കൊക്കെ ജനറലിലോട്ടാണ്. നമ്മുടെ കോച്ചിലൂടെ ആരും തന്നെ കയറിയിട്ടില്ല. A1 കയറുന്ന കണ്ടു, നമ്മുടെ കോച്ചിലൂടെ അങ്ങനെ ആരും കയറുന്ന കണ്ടില്ല. ഇതൊന്നിനെ ഫസ്റ്റ് ഏസിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലെന്ന് നോക്കാം. ഇന്ന് സൺഡേ ആണ്. ടുവേർഡ്സ് ചെന്നൈ നല്ല തിരക്ക് ഉണ്ടാവേണ്ടതാണ്, പക്ഷെ കാണാനില്ല. ഇപ്പോൾ കൃത്യം 8:50 നമ്മൾ പുറപ്പെടുക. ടൈമിംഗ് ഒക്കെ പക്കയാട്ടെ വണ്ടിയുടെ. അല്പം ബിഫോർ എത്തി കറക്റ്റ് ടൈമിന് എടുത്ത് പോകുന്നു. ഈ കരൂർ കഴിഞ്ഞ് നമുക്ക് മോഹനൂരുണ്ട്, അത് കഴിഞ്ഞ് നാമക്കലുണ്ട്, പിന്നെ സേലം, അതിന് രാശിപുരം ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ എന്തായാലും കിടക്കാൻ പോകണം. ഇപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റേഷനും ഒക്കെ കാണിക്കാം. കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല സുഖം തോന്നില്ല. അപ്പോൾ ഞാൻ ഉറങ്ങണം. എന്തായാലും രാത്രി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനല്ലോ. രാത്രി ജസ്റ്റ് സ്റ്റേഷനിൽ നിർത്തുന്ന പ്ലാറ്റ്ഫോം കാണിക്കാൻ എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പറഞ്ഞൊന്നും കാണിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇനി പ്ലാറ്റ്ഫോമിലുള്ള തിരക്ക് മിക്കവാറും നമ്മുടെ എറണാകുളത്തേക്കുള്ള കാരക്കൽ എറണാകുളം എക്സ്പ്രസ്സിനുള്ളതാണ്. അതുവരെ 9 മണി കഴിയും.
അത് 9:15 എങ്ങാണ്ട് വരുള്ളൂ. ഇനിയുള്ള തിരക്ക് മൊത്തം അതിനുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ കരൂർ ജംഗ്ഷൻ കഴിഞ്ഞു. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എന്താ ഉറങ്ങാൻ പോകും. കരൂർ വിട്ടിട്ടേ ഉള്ളൂ വണ്ടി. ബർത്ത് ഒരു സുഖമില്ല. ബർത്ത് ഭയങ്കര ഹാർഡാണ്. ഫസ്റ്റ് AC വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകണം. ബാക്കി നമുക്ക് ഇനി ഉറക്കം ശരിയായില്ലെങ്കിൽ സേലമും വഴിയുള്ള സ്റ്റേഷൻസൊക്കെ കാണാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരം എടുക്കുമ്പോൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ പെരമ്പൂർ എത്തി. ഷെഡ്യൂൾഡ് ഹോൾട്ടാണ്. ട്രെയിൻ പെരമ്പൂർ സ്റ്റേഷനിൽ നിൽക്കുന്നത്. സമയം 3:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉറക്കം ബാക്കി നിൽക്കാൻ നല്ല ഫീലിംഗ് ഉണ്ട് കേട്ടോ. പെരമ്പൂർ സ്റ്റേഷൻ വളരെ കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഇതവിടെ പ്ലാറ്റ്ഫോമിനകത്ത് പുതിയ ഫ്ലോറിങ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതാ പുതിയ റൂഫിനുള്ള സ്ട്രക്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സെൻട്രലിലേക്ക് കയറും. എനിക്ക് വന്ന് കൃത്യസമയം 4 മണിയാകുമ്പോഴേക്കും സെൻട്രലിൽ കൊണ്ട് കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ MGR ചെന്നൈ സെൻട്രലിലേക്ക് വണ്ടി കയറിയിരിക്കുകയാണ്. ഏതാ പ്ലാറ്റ്ഫോം എന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. അപ്പുറത്ത് 37563 ഏതോ ട്രെയിനോട് പുറപ്പെടാൻ നിൽക്കുന്നു. അപ്പുറത്ത് ചേരൻ എക്സ്പ്രസ് കിടക്കുന്നു. നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് കയറി. ഏതാന്നാ പ്ലാറ്റ്ഫോം 6 വന്നിരിക്കുന്നത്. സമയം ഇപ്പോൾ 3:51 കേട്ടോ. വണ്ടി ഒരു 9 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. അപ്പോൾ 3:54 ഫൈനലി പ്ലാറ്റ്ഫോമിൽ വണ്ടി വന്ന് നിന്നു. വണ്ടി അപ്പോൾ 11 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. 4:05 ആയിരുന്നു. 11 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. അപ്പോൾ അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചെറിയ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസൊക്കെ രേഖപ്പെടുത്താം. നമുക്കെന്നാൽ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another brand new video. Until then, bye-bye.